ആദ്യത്തെ പാട്ട് തന്നെ ഭയങ്കര ഒരു മാസ് എൻട്രി എന്ന് തന്നെ പറയാവുന്ന ഡെബ്യൂ സോങ് ഹിറ്റ് ആവാൻ വളരെ അപൂർവമല്ലേ? അത് ഭാഗ്യം. മാസ് എൻട്രി എന്ന് മാസ് ആണോ? കാരണം ഇത് അറബിക്കഥ ഒരു സ്ലോ ഹിറ്റായിരുന്നു. അത്ര വലിയ ഒരു ന്യൂസായിട്ട് വന്നൊരു, അതിന് മുമ്പ് ശ്രീ ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സ് ഒരു ഫിനോമിനൽ ഹിറ്റായിരുന്നു. അതിനുശേഷം അറബിക്കഥ വളരെ സാധാരണ സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം ചോയ്സിൽ അദ്ദേഹം ഇക്ബാലേട്ടനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കുന്നു. വളരെ സാധാരണ ഒരു സിനിമ മതി എന്ന് തീരുമാനിക്കും. അന്ന് വരെയും സിനിമ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സിനിമ നമ്മൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്ന അതിനുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു എന്നെ സംബന്ധിച്ച്. നമുക്കങ്ങനെ പരിചയക്കാരൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരാളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഉള്ള അദ്ദേഹത്തെ പോലൊരാൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് സൗഹൃദം മാത്രം മതി. നമുക്ക് ഇത് അറിയാമോ ഇല്ലയോ എന്ന് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജിങ്കിളും പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ വർക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഇമ്പ്രസ്ഡായി. അത്രയും മതി അദ്ദേഹത്തിന്, നമ്മളുടെ ഒരു CV അത് മതി അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി ഒന്നും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ പല തരത്തിൽ ഇപ്പോൾ തിരികെ ഞാൻ എന്ന് പറയുന്ന പാട്ടാണെങ്കിലും അതൊന്നും അത് പിന്നീട് അങ്ങനെ ആയി മാറി വളർന്നു ആ പാട്ട്. ശരിക്കും ആ തുടക്കത്തിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു, എനിക്കൊരു അവസരം തരുന്നു, അപ്പോൾ അത് എങ്ങനെയും വിജയിക്കണം എന്നുള്ളത് എന്നേക്കാൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തേക്ക് കൂടുതൽ എൻ്റെ ആവശ്യമാകുന്നത് അദ്ദേഹത്തിന് വേണ്ടി അത് ഹിറ്റാകുക എന്നുള്ളൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പതുക്കെയൊക്കെയാണ് ആയത് ശരിക്കും. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, അത് ആദ്യ തുടക്ക ദിവസങ്ങളിലൊന്നും അത്രയ്ക്ക് അങ്ങനെ ഒരു നമുക്കതിൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നില്ല, ഒരു വൈബ്രേഷൻ കിട്ടിയിരുന്നില്ല. അതിനുശേഷം പതുക്കെ എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ ക്ലാസിക്കൽ, ഞാൻ പണ്ട് ലളിതഗാനങ്ങളൊക്കെ ഭയങ്കര കട്ടിയായിട്ടൊക്കെ ചെയ്തിരുന്ന ആ സമയത്തേക്ക് ആർക്കും പാടാൻ പറ്റാത്ത രീതിയിൽ പാട്ടുകളൊക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. അന്ന് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കുട്ടികളെ പാടിയിരുന്ന. അപ്പോൾ ആ ആൾ ഇപ്പോൾ തിരികെ പോലുള്ള വളരെ ലൈറ്ററായിട്ടുള്ളൊരു കവിതയ്ക്ക് തുല്യമായിട്ടുള്ള വിജയ് ഇങ്ങനെയല്ലല്ലോ വിജയ്. കാരണം അവർ പ്രതീക്ഷിച്ചത് മറ്റേ രവീന്ദ്രൻ മാഷിൻ്റെ പോലത്തെ അങ്ങനത്തെ പാട്ടാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു സിനിമയല്ലല്ലോ. അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതല്ല വിജയ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ദുബായിൽ നിന്നൊരാളെ, അജ്ഞാതൻ എന്നെ വിളിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ നമ്പർ ചോദിച്ച് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ജോലി നിർത്തി പോരുകയാണെന്ന് ഈ പാട്ട് കേട്ടിട്ട്. അങ്ങനെ പറഞ്ഞു. അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിരിക്കും, പുള്ളി ഇപ്പോൾ നിർത്തി പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയ്ക്ക് അദ്ദേഹത്തെ അത് ഹോണ്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. അതെ അതെ, കരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാം നമുക്കൊരു കരിയർ എന്നുള്ളൊരു പരിപാടി ഞാനങ്ങനെ, കാരണം അന്ന് കരിയർ എന്ന് പറയുന്നത് ജോലിയാണല്ലോ. ഇത് എന്നെ സംബന്ധിച്ച് ജോലി ആയിട്ട് ഞാൻ കരുതിയില്ല. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പാട്ടുകളൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യും, ലൈറ്റ് മ്യൂസിക്സൊക്കെ കമ്പോസ് ചെയ്യും. അതിൻ്റെ ഒരു തുടർച്ച ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കറിയാവുന്ന പരിപാടികൾ ഇങ്ങനെ, അത് ആര് കേൾക്കുന്നു എന്നോ ആരിലേക്കാണ് ഇതൊക്കെ എത്തുന്നതെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അറബിക്കഥ അവസരം വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു വലിയ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആലോചിച്ചതെങ്കിൽ പോലും സത്യം പറഞ്ഞ പാട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്തത്. കവിത ആദ്യം കിട്ടുകയാണ് ചെയ്തത് തിരികെ. അത് ഞാൻ അതിനു മുമ്പ് ലളിതഗാനം ചെയ്ത പോലെ തന്നെയാണ് ഞാനത് ചെയ്തത്. എനിക്ക് വേറെ ഒരു ശ്രോതാവ് ഇത് കേൾക്കും എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോന്നിട്ടുള്ളത്. ഈ ലിസണർ മുന്നിൽ എപ്പോഴൊക്കെയോ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ഈ
സംവിധായകർ ഇപ്പോൾ ലാൽ ജോസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ട്യൂൺ മറ്റൊന്നായിരുന്നു, അത് കേൾപ്പിച്ചപ്പോൾ ഇത് ഓക്കേടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണ് തോന്നിയതല്ലേ ഇത് പോരാ, ഒരെണ്ണം കൂടി ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എല്ലാവരോടും ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ചെയ്യാം, എനിക്കത് അത്ര തൃപ്തിയായില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. ഇത് ഓക്കെയാണ് അങ്ങനെ പറഞ്ഞു. അല്ലാതെ പുള്ളി അങ്ങനെ ഇത് ചെയ്യുക, അതിന് അഭിപ്രായം അങ്ങനെയൊന്നും പുള്ളിക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രിവിലേജുകളിലൂടെ വന്നതുകൊണ്ട് ചെറിയ ചില ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര കണ്ടീഷൻ, ഇന്ന പാട്ട് പോലെ ഇരിക്കണം, മറ്റേ റെഫറൻസ് മറിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷറിലുണ്ടാവും എന്നുള്ളതല്ലാതെ കൂടുതൽ പേരും ഇപ്പോൾ രഞ്ജിത്ത് അദ്ദേഹം കേരള കഫേ എന്ന് പറഞ്ഞ കഥയ മമ എന്നൊരു കവിത റഫീഖ് എഴുതുന്നത്, അദ്ദേഹം പറഞ്ഞത് ഒരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പാട്ട്, ഹിറ്റിന് വേണ്ടി പാട്ട് ചെയ്യണ്ട എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ ആ പാട്ട് ഓരോ വരിയും ഓരോ രാഗമാണ് ശരിക്കും ആ പാട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരി ആ കോൺസെപ്റ്റ് വെച്ച് നോക്കിയിട്ട് അതിങ്ങനെ കഥയെ മമ എന്നാണ് പറയുന്നത്, കഥകൾ പറയൂ എന്ന് പറയുമ്പോൾ പല കോടി ജന്മങ്ങൾ കുമിളകളായി ഉണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ, അങ്ങനെ ഇതിൽ ആ കുമിള പൊട്ടി പുതിയതൊന്ന് തുടങ്ങുമ്പോൾ അവിടെ പുതിയൊരു രാഗം ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. അങ്ങനെ ഒരുപാട് ആദ്യകാലങ്ങളിൽ അങ്ങനെ കുറേ പ്രിവിലേജസ്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലാണെങ്കിലും ആഷിഖ് നബിജി നമുക്ക് ഹിറ്റ് ആകുക എന്നുള്ളതല്ല, നമുക്ക് വളരെ സ്വീറ്റായിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്താൽ മതി. ഹിറ്റ് ആകുമോ ആകാതിരിക്കും. ആ സിനിമ അങ്ങനെയാണല്ലോ, ഹിറ്റ് ആവോ ആവാതിരിക്കുക, നമുക്ക് അറിയാത്തൊരു സിനിമയായിരുന്നു അത്, നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അതുപോലെ അവൻ നിർദ്ദേശിച്ചത്. ബ്രീഫിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല ഫിലിം മേക്കേഴ്സും ഇന്ന ജംഗ്ഷനിലൊരു സോങ്, ഇവിടെ ഒരു ഓപ്പൺ സോങ് അത്രമാത്രം പറയുന്നതിൽ ഹോൾ പ്ലോട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്യാരക്ടേഴ്സിൻ്റെ മൂഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഏതാണ് പ്രിഫർ ചെയ്യാറ് കൂടുതൽ? അല്ല, ഹോൾ പ്ലോട്ട് ഒരു വൺ ലൈൻ പോലെ പറയുന്നത് നല്ലതായിരിക്കും. കാരണം ക്യാരക്ടറിൻ്റെ സഞ്ചാരങ്ങൾ, അതിൻ്റെ അയാൾ എന്താണ് വഹിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏകദേശം. അതിനുശേഷം സോങ്ങിൻ്റെ പ്രിലൂഡും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്ത് അതെവിടെ വരുന്നു എന്നുള്ളത് കൂടി പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കഥ മുഴുവനും കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നത് നമുക്ക് അത്രയും, കാരണം സിനിമ സ്ക്രിപ്റ്റ് അല്ലല്ലോ സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ക്രിപ്റ്റിനപ്പുറത്താണ് സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഭാഷയുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഭാഷയ്ക്ക് അതീതമാണത്, കാഴ്ചയ്ക്കും അതീതമാണ് സിനിമ. അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഹോൾ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രീൻ പ്ലേ പോലെ വായിച്ച് കേൾക്കുന്നതൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അത് സ്ക്രിപ്റ്റ് പലപ്പോഴും നമുക്ക് തന്നിട്ട് ഇപ്പം പലപ്പോഴും ഞാൻ വായിക്കാറില്ല. കാരണം അത് വായന, സ്ക്രീൻ പ്ലേ വായന, അത് ഒന്നാമത് സമയത്തിൻ്റെ പ്രശ്നം, പിന്നെ അത് അത്രയ്ക്ക് എൻഗേജിങ് ആവാറില്ല എന്നെ സംബന്ധിച്ച്. സിനിമ വിഷ്വൽ കാണാൻ പറ്റുമോ? ചില സിനിമ അങ്ങനെ സ്ക്രീൻ പ്ലേ നമ്മൾ പഴയ ആൾക്കാരൊക്കെ വായിച്ച് അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എല്ലാത്തിനും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതിലും നല്ലത്, ജോലി ചെയ്യാൻ നല്ലത് ഞാനീ പറഞ്ഞ മെത്തഡോളജി എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ റെഫറൻസസ് തരുമ്പോൾ അപ്പോൾ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്യാറുണ്ട് എന്ന് തോന്നാറുണ്ടോ? പല ഫിലിം മേക്കേഴ്സും റെഫറൻസ് തരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ, റെഫറൻസ് തരുന്നതിൽ തെറ്റില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു മ്യൂസിക്കിനെ കുറിച്ച് അറിവോ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ജനറിൽ ചെയ്യണമെന്ന് പറയാനുള്ള അറിവൊന്നും ചിലപ്പോൾ ഉണ്ടാവണം. പക്ഷേ അവരുടെ മനസ്സിലൊരു പാട്ടുണ്ടാവും, അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരെപ്പോഴും പുതിയതിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതേ ടെമ്പോ, ഇതേ ബീറ്റ്, ഇതേ സ്കെയിലിൽ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. ഇതുപോലെ ആയില്ലല്ലോ എന്ന് ചോദിക്കാൻ അവർ സന്നദ്ധരാവരുത്. അവർ പുതിയത് തന്നെ കേൾക്കാൻ തയ്യാറായിരിക്കണം. മറ്റേത് ഓക്കെ, ആ മൂഡ് ഓക്കെ, ആ ഒരു ഫീല് ഓക്കെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പുതിയതാണല്ലോ. ആ പുതിയത് കേൾക്കാൻ അവരുടെ സാഹചര്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ ഒരു ഓപ്പൺ ഹാർട്ടഡായിട്ട് തയ്യാറായിരിക്കണം. അല്ലാത്ത ആൾക്കാരും ഉണ്ട്, അത് നമുക്ക് വല്ലാതെ പ്രഷർ തരും. ഈ പ്രൊഡ്യൂസേഴ്സും ചില നടന്മാർ പോലും ഏതെങ്കിലും ഒരു ഹിന്ദിയിലോ തെലുങ്കിലോ പാട്ട് വെച്ചിട്ട് ഇതുപോലത്തെ പാട്ട് വേണം അങ്ങനെ അത് പറയാറുണ്ട്. നടന്മാർ പറയാറില്ല, എന്നോട് അധികം പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞില്ല. ഞാൻ പ്രൊഡ്യൂസറിൻ്റെ മ്യൂസിക് കമ്പോസർ അല്ല ഒരിക്കലും.
സംവിധായകൻ്റെ മാത്രം ആണ് ഭാഗ്യവശാൽ. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ ഇത്തരം സജഷൻസൊക്കെ പറയും. തെലുങ്കോ തമിഴോ പാട്ട്, ഹിന്ദി പാട്ടൊക്കെ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ അതൊന്നും ശല്യമാകുന്നത് ഇത്തരം അവസ്ഥയിലാണ്. ചിലർക്ക് പുതിയത് ആവശ്യമില്ല, പുതിയ സിനിമയാണ് അവർ ചെയ്യുന്നത്, ബട്ട് പുതിയത് ആവശ്യമില്ല. ചിലപ്പോൾ 90s ഒരു പാട്ടൊക്കെ ആയിരിക്കും റെഫറൻസ് വരുന്നത്, നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു പോകുന്നല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് വല്ലാതെ പെട്ടുപോകും.